ഈ NF ഏട്ടനും ചില കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ സിനിമകൾ തുടക്കം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ള സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ അവരെഴുതിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന പടത്തിലും റാംജി റാവു പോലുള്ള പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൂവിന് പുതിയ പൂന്തന്നൽ പോലുള്ള സിനിമയിലൊക്കെ ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനൊരു ബ്രേക്ക് ആകുന്നത് 93 ജൂഡ് അട്ടിപ്പേറ്റി സാർ, 90കളുടെ തുടക്കത്തിൽ ജൂഡ് അട്ടിപ്പേറ്റി സാർ ചെയ്യുന്ന മിഖായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന സീരിയലിലെ മദ്യപാനിയായിട്ടുള്ളൊരു കഥാപാത്രം, അത് ദൂരദർശനിലായിരുന്നു. ആ കഥാപാത്രം ഒരു സീരിയലിന്റെ 2ാം ഭാഗം പിന്നെ തിയേറ്ററിൽ സിനിമയായിട്ട് വന്നു, പുത്രൻ എന്ന പേരിൽ. അതിലൊരു നല്ല വേഷം. 93 ആകാശദൂത് എന്ന് പറയുന്ന പടത്തിലെ കേശവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബ്രേക്ക് ആയതും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടാത്ത വിധത്തിൽ അത്രയധികം സിനിമകളിൽ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം ഒരുപാട് സിനിമകളിൽ NF ഏട്ടന് മികച്ച വേഷങ്ങൾ കൊടുത്തിട്ടുള്ള, ഒരുപക്ഷെ NF ഏട്ടൻ്റെ ഒക്കെ ഒരു നടന്ന വഴികൾ, നാടകം, മിമിക്രി. ഈ നാടകവും മിമിക്രിയും 2 എക്സ്ട്രീമുകളാണ്, എളുപ്പത്തിൽ ചേരാത്ത 2 സ്ഥലങ്ങളാണ്. ഇതിൽ 2ലും വർക്ക് ചെയ്തിട്ടുള്ള, ഇതിൽ 2ൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുള്ള NF ഏട്ടനുമായിട്ട് വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ജനാർദ്ദൻ ചേട്ടനും ചെയ്തിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പൻ. ബെന്നിച്ചേട്ടൻ്റെ ഒക്കെ ഒരു വഴി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു. നാടകമുണ്ട്, മിമിക്രി ഉണ്ട്. ശരിക്ക് ഞാൻ കണ്ടിട്ടുള്ള പല കാലഘട്ടങ്ങളിലും ഈ നാടകത്തിലുള്ളവർക്ക് മിമിക്രിയോടൊരു ചെറിയ പ്രതിഷേധമുണ്ട്. മിമിക്രിയിൽ നാടകത്തെ പലപ്പോഴും കോമഡി വൽക്കരിച്ച് കാണിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു ശീതയുദ്ധം പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആളുകളാണ് ഈ 2 പ്രദേശങ്ങളിലും ഭംഗിയായി അവനവനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാളാണ് NF ഏട്ടൻ. ബെന്നിച്ചേട്ടൻ അങ്ങനെ ഒരാൾ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് മുമ്പ് പരിചയമുണ്ടോ? ഞാൻ NF ഏട്ടനെ ആദ്യം കാണുന്നത് മഹാരാജ് കോളേജിൽ ഓഡിറ്റോറിയത്തിൽ കലാഭവന്റെ മിമിക്സ് പരേഡ് നടക്കുമ്പോഴാണ്. അപ്പൊ അതില് പുള്ളി അനൗൺസ്മെന്റ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത്, പുള്ളിയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജിൽ നല്ലൊരു ശബ്ദത്തിന്റെ ഉടമ, നമ്മളപ്പോ നാടകമൊക്കെ ഇങ്ങനെ ആരാധനയോടെ കൊണ്ടുനടക്കുന്ന കാലമായതുകൊണ്ട് ഈ ശബ്ദം നമുക്ക് വലിയ അട്രാക്ഷൻ അല്ല. അപ്പോൾ വളരെ ശുദ്ധതയുള്ളൊരു ശബ്ദമായിരുന്നു. അന്ന് ഓവറായിട്ടൊരു ബാസില്ല, നല്ല പ്യൂരിഫൈഡ് വോയിസ് ആയിരുന്നു NF ഏട്ടൻ്റെ. അപ്പോൾ NF ഏട്ടനാണ് അനൗൺസ് ചെയ്യുന്നത്. ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു കലയുണ്ട്. കാരണം ഇപ്പം ബെന്നിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം, കാരണം ജനചേട്ടൻ ആ സമയത്ത് ഈ ശബ്ദത്തിന്റെ ഘന തൂക്കമായിരുന്നു. അതെ, പ്രൊഫഷൻ നാടകവേദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ശബ്ദം എന്ന് പറയുന്ന ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിനൊരു സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നു. ശബ്ദ ഗാംഭീര്യം മാത്രമല്ല, ശബ്ദത്തിനൊരു പ്യൂരിറ്റിയും സൗന്ദര്യമുള്ള ശബ്ദമായിരുന്നു NF ഏട്ടൻ്റെ. നമ്മളന്നൊക്കെ ഈ റേഡിയോ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്ന ചില ശബ്ദത്തിൻ്റെ ഒരു ശുദ്ധത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. അപ്പോൾ ആ അനൗൺസ്മെൻറ്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മിമിക്സ് പരേഡിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ കാസറ്റുകൾ, പഴയ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം, നല്ല ശുദ്ധതയോടെ, നല്ല ശുദ്ധതയോടെയും വേഗതയിൽ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ലാഗില്ലാണ്ടൊക്കെ ചെയ്യും. അവിടെയും അദ്ദേഹം ഈ താരങ്ങളെയോ ഒന്നല്ല അനുകരിച്ചിരുന്നത്, മോണാക്ടിന്റെ സൈഡായിരുന്നു പുള്ളി. പല അഭിനയത്തിന്റെ പരിപാടികളെ കാണിച്ചിരുന്നത് വെച്ചാൽ പഴയ നാടകത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു അതിൻ്റെ അകത്ത്. ഓർമ്മയുണ്ടാവും, മറ്റേ വാനറച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എന്ന് വെച്ചാല് ഈ ചാകട കർത്താവാണ് നിന്നെ വെച്ചോണ്ടിരിക്കില്ല, ഏതെല്ലാം ദിക്കിലെന്തൊരു ആൾക്കാർ കോളറ വന്നിയാകണമെന്ന് പറഞ്ഞിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് പുള്ളി ചെയ്തു. അത് വളരെ രസമായിരുന്നു. അപ്പൊ അത് എൻ്റെ മനസ്സിലുണ്ടെന്നത് കാണുമ്പോൾ പിന്നീട് സിനിമയിലൊക്കെ വന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ NF ആ ക്യാരക്ടർ വെച്ചിട്ടൊരു പരിപാടി ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ വാന്നറിച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ പറയും എഴുതി വെക്ക്, ഞാൻ ചെയ്തോളാം, അത് 6 പേജ് എഴുതിയാലും ഞാൻ കാണാപ്പടം പിടിച്ച് ചെയ്യാം. അത് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു കാണിക്കും. ആ മിമിക്രിയുടെ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമാണത്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. പല സിനിമയിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണമെന്ന്, പക്ഷെ അത് നടന്നില്ല. ഈ 6 പേജ് എഴുതിയാലും ഞാൻ പറയാന്നൊക്കെ പറയുന്നത് ഒരു നാടക കോൺഫിഡൻസാണ്.